ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇന്നും കണ്ണൂർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു റയർ കാർ സെറ്റാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാറ് നമ്മൾ ഈ വീഡിയോ കണ്ടില്ല, അപൂർവം ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു വാഹനം ഇല്ല, അപൂർവം മാത്രമേ ഉള്ളൂ ഈ ഒരു വാഹനം. അപ്പോൾ ഏതാണ് കാറ് വെച്ചാൽ മാറും. അപ്പോൾ ഏതാണ് കാറ് വെച്ചാൽ 1991 മോഡൽ ടൊയോട്ടയുടെ ക്രെസ്റ്റയാണ്. നോട്ട് ക്രിസ്റ്റ, ദിസ് ഈസ് ക്രെസ്റ്റ, CRESTA, ക്രെസ്റ്റ ഉണ്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു വാഹനം വളരെ റയറാണ്. അപ്പോൾ ഇത് 91 മോഡൽ ലക്ഷറി സെഡാനാണ് ഈ വാഹനം. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കേരളത്തിൻ്റെ ഇന്ത്യൻ്റെ നിരത്തുകളിൽ ഈ ഒരു വാഹനം കാണാൻ തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് വീൽ ബേസ് വരുന്നൊരു വാഹനമാണ്, ലക്ഷറി സെഡാനാണ്. അപ്പോൾ ഹുഡൊക്കെ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല വലിയ ഹുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് അടുത്ത റയർ കാർ സെറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കിടക്കണം. പിന്നെ ചാനലായിട്ട് ആൾക്കാരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിനെക്കാട്ടി വലുപ്പത്തിൽ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബോണറ്റ് ഏരിയയാണ്, അത്യാവശ്യം വലിയൊരു ബോണറ്റ് ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്ലാസ് ഏരിയ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ വെച്ചുമ്പോൾ വൈപ്പർ ഇല്ലെന്ന് വിചാരിക്കും. വൈപ്പർ ടെക്കഡ് ആവുകയാണ്. അവർ എന്താ ബോണറ്റിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ഒരു വൈപ്പർ വന്നിട്ടുള്ളത്. 2 വൈപ്പർ കാണാൻ പറ്റും. പിന്നെ വൈപ്പറിൻ്റെ 2 വാഷർ ഇവിടെ വന്നിട്ടുണ്ട്, 2 നോട്ട് കാണാൻ പറ്റും. പിന്നെ ലോങ് ഹുഡാണ് വന്നിട്ടുള്ളത്. ആ ലോങ് ഹുഡ് തന്നെ നമുക്ക് ചെറിയൊരു കാർപ്പൈൻറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ചെറിയൊരു കാർപ്പൈൻറ്റാണ് നമുക്ക് ഈ ഒരു ബോണറ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ലോഗോ കാണുമ്പോൾ കഴിച്ചിട്ട് ഏതൊക്കെ വാഹനം വിചാരിച്ചു, പക്ഷേ ഈ ലോഗോ ഇവർ എക്സ്ട്രായിട്ട് ആഡ് ചെയ്തതാണ്, ഇതിൻ്റെ ലോഗോ അല്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ലോഗോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലോഗോ പറഞ്ഞത് ടൊയോട്ടയുടെ പ്രീമിയം കാർസിന് അന്നത്തെ കാലത്ത് വന്നിരുന്ന ഒരു ലോഗോ ആണിത്. അപ്പോൾ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് ടൊയോട്ടയുടെ വാഹനമാണെന്ന് പലർക്കും മനസ്സിലാവില്ല. ഇത് വേറെ ഏത് കമ്പനിയുടെ ഇമ്പോർട്ടഡ് ബൈക്കിലാണെന്ന് വിചാരിക്കുള്ളൂ പെട്ടെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഹെഡ് ലാമ്പ് കാണാൻ പറ്റും. അപ്പോൾ നല്ല നീളത്തിൽ എടുക്കേണ്ട ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. സിംഗിൾ ഹാലജൻ ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ഇൻഡിക്കേറ്റർ നല്ല ഈ ഒരു സൈഡ് ഫ്രണ്ടിലേക്ക് നല്ല കയറി നിൽക്കുന്ന രീതിയിൽ, ഈ ഒരു ഫ്രണ്ട് പോർഷനെക്കാട്ടും സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഒരു ബോഡി പോർഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചായയായിട്ട് നമുക്ക് ഒരു ക്രോമിയം ഫിനിഷിങ് ഒരു ലൈനും കൂടി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈഡ് ഇൻഡിക്കേറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് അപ്പുറത്ത് ഇൻഡിക്കേറ്റർ വരെ നമുക്ക് ആ ഒരു ക്രോമിയം ഫിനിഷിങ് വന്നിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു ഫ്ലോട്ടിങ് രീതിയിൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി നമുക്കൊരു ലൈറ്റ് പിന്നെ ഒരു ഗ്രില്ല് സെറ്റായി നിൽക്കേണ്ട ഒരു പോർഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെൻറ്റർ എന്താ പറയുക അപ്പോൾ സെൻറ്റർ ഗ്രില്ല് കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു ക്രോമിയം ഫിനിഷിംഗാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു എയർവെൻസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു എന്താ പറയുക ബോക്സ് രീതിയിൽ സ്ലോട്ടായ രീതിയിലാണ് നമ്മൾ ഒരു ഫ്രണ്ട് എന്താ പറയുക ഗ്രില്ല് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് സെൻറ്ററിൽ നമുക്ക് ആ ലോഗോ കാണാൻ പറ്റും, ഒരു ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കാണിക്കാനുള്ളത് ഒരു മെറ്റൽ ബമ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ബമ്പറിൻ്റെ താഴെയായിട്ട് നമുക്കൊരു വേറൊരു ലൈറ്റും കൂടി കാണാൻ പറ്റും. ഒരു വലിയൊരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ അടിയിലൊക്കെ എയർവെൻസ് നോക്കണം, വലിയ ഓപ്പൺ ആയ രീതിയിലുള്ള എയർവെൻസ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ബമ്പർ നോക്കുകയാണെങ്കിൽ ഒരു മെറ്റൽ ബമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു കാർപ്ലൈൻ ഒരു ഡിസൈനിങ് എലമെൻറ്റ് ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബോഡി കളറായിട്ട് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ എടുത്ത് കാണിക്കേണ്ട ഇതിൽ നമുക്ക് ടെക്സാസ് നമ്പർ പ്ലേറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാലിഫോർണിയ എന്ന് കാണാൻ പറ്റും. നമ്പർ ബോർഡെല്ലാം രസമുണ്ട് കാണാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് വിഷ്വൽ കാണിക്കാനുള്ളത്. സൈഡ് വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ ലോങ് ഹുഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം കാണാൻ പറ്റും. വീലിൻ്റെ ഫെൻഡറൊക്കെ നോക്കുകയാണെങ്കിൽ ഫെൻഡർ ഒരു വൈഡായ രീതിയിലുള്ള ഒരു ഫെൻഡറാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഈ ഒരു ഫെൻഡറിന്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇൻഡിക്കേറ്റർ ഇവിടെ തന്നെ കയറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഇൻഡിക്കേറ്റർ കാണാനില്ല. പിന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ടയറിൻ്റെ മേലായിട്ട് നമുക്ക് ആ ഒരു വീലാർച്ചിൽ നമുക്ക് ക്രോമിയം ഫിനിഷിങ് കൊടുത്ത് കാണാൻ പറ്റും. ടയർ നോക്കുകയാണെങ്കിൽ അപ്പോൾ 14 ഇഞ്ച് റേഡിയൽ ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിലിരിക്കേണ്ടത് നമ്മൾ കോളീസിൽ അങ്ങനെ പല വാഹനങ്ങൾ നമ്മൾ ടൊയോട്ടൻ്റെ വാഹനങ്ങൾ കണ്ടുവന്നിട്ടുള്ള ഒരു വീൽ കപ്പാണ് ഇതിലിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മാറ്റിയിട്ടുണ്ടാവും ഇവർ. അപ്പോൾ മാറ്റിയിട്ടുണ്ടാവും ഉറപ്പാണത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർ എന്താ പറയുക അത്യാവശ്യം നീളമുണ്ടല്ലോ വണ്ടിക്ക്. അപ്പോൾ ആ ഒരു സൈഡ് ബോഡിയിലായാലും നമുക്ക് ആ ഒരു ചെറിയൊരു ഡിസൈനിങ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എലമെൻറ്റിൽ തന്നെ ബോഡി കളേർഡും പിന്നെ അതിൻ്റെ ഒരു ക്രോമിയം ഫിനിഷിങ്ങും കൂടിയും സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലായിട്ട് നമുക്ക് ആ ഒരു അടിഭാഗം നമുക്ക് എന്താ പറയുക ഈ അടിഭാഗത്തിൻ്റെ പോർഷനിൽ നമുക്ക് ചെറിയൊരു ക്രോമിയം ഫിനിഷിങ് ഒരു ഡിസൈനിങ് എലമെൻറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് മിററൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫോൾഡിങ് നമുക്ക് അതിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. വണ്ടി ഇപ്പോൾ ക്ലോസ്ഡാണ്, അപ്പോൾ അതുകൊണ്ട് ഫോൾഡായി നിൽക്കുന്ന രീതിയിലാണ് മിറർ വന്നിട്ടുള്ളത്. നോക്കണം 91 മോഡലാണ്. ഫോൾഡിങ് മിററും കാര്യങ്ങളൊക്കെ അന്ന് തന്നെ ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ എത്ര പ്രീമിയം ലക്ഷറി വാഹനമാണെന്ന് അന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഈ പഴയ വിൻറ്റേജ് വാഹനങ്ങൾ ചെയ്യുമ്പോഴാണ് ഇഷ്ടംപോലെ ക്രോമിയത്തിൻ്റെ എലമെൻറ്റ്സ് കാണാൻ പറ്റും, ഇഷ്ടംപോലെ ക്രോമിയം കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഇവർ സൈഡ് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ സൈഡ് ഗ്ലാസ്സിലായിട്ട് നമുക്ക് ആ ഒരു ക്രോമിയം ഫിനിഷിങ് കാണാൻ പറ്റും. ഈ ചുറ്റും ക്രോമിയം ഫിനിഷിങ് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഗ്ലാസ് ഏരിയാസാണ് വന്നിട്ടുള്ളത്. ഉള്ളിലേക്ക് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഗ്ലാസ് ഏരിയാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ തുറക്കേണ്ട പോർഷൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ക്രോമിയം ഫിനിഷിങ്ങാണ് കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളത്.
പിന്നെ നമുക്ക് ഇവിടെ ഗ്ലാസ്സിലൊക്കെ ടൊയോട്ടോ എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു പോർഷൻ നമുക്ക് ബ്ലാക്ക് എന്താ പറയുക ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ഫേഡായി പോയിട്ടുണ്ട്, അതേ വണ്ടിയാണല്ലോ അപ്പോൾ ഫേഡായിട്ടുണ്ട്. പിന്നെ റിയറിലേക്ക് വരികയാണെങ്കിൽ റിയറിൻ്റെ ഡോറിന് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ആ ക്രോമിയം ഫിനിഷിങ് കാണാൻ പറ്റും, അത് ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ ആ ബാക്ക് നമ്മൾ ഫ്രണ്ടിൽ കാണിച്ച അതേ സംഭവം തന്നെ വീലാർച്ചിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ആ ഒരു എന്താ പറയുക ക്രോമിയം ഫിനിഷിങ് ഈ ഒരു വീലാർച്ചിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് കണ്ട അതേ സെയിം ടയേഴ്സ് തന്നെയാണ്, 40 ഇഞ്ച് റേഡിയൽ ടയേഴ്സ് ആണ് റിയറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് കണ്ട അതേ സെയിം വീൽ കപ്പുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കാണിക്കാനുള്ളത്, ഈ ഒരു പോർഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഏതോ ഒരു വാഹനത്തിൻ്റെ സിമിലാരിറ്റി തോന്നും. ഏത് വാഹനം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ റിവ്യൂ വന്ന ഒരു വാഹനം കൂടിയാണ്. ബെൻസിൻ്റെ W124 ഒരു ചെറിയൊരു ഡിസൈനിങ് ഒരു ബാക്ക് പോർഷൻ മാതിരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കാരണം എന്താ വെച്ചാൽ നമ്മൾ 124 വരേണ്ടത് എന്താണ് റിയർ ഗ്ലാസ് ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഈ ഒരു സി പില്ലറിലേക്ക് കയറി നിൽക്കേണ്ട രീതിയിലാണ് നമ്മൾ ആ ഒരു ഗ്ലാസ് ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ അതിനും ഉണ്ട് ഈ ഒരു ചെറിയ ഈ ഔട്ടർ ലൈന് എന്താണ് ക്രോമിയം ഫിനിഷിങ്ങിൻ്റെ ഔട്ടർ ലൈന് നമ്മുടെ W124 ഈ ഒരു ക്രോമിയം ഇതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു കാണേണ്ട രൂപത്തിൽ നമുക്ക് പെട്ടെന്ന് തോന്നുക W124 ബാക്ക് പോലെ തോന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ് അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലായിട്ട് നമുക്കൊരു ചെറിയ എയർ വെൻസ് കാണാൻ പറ്റും. പിന്നെ ഗ്ലാസ് ഞാൻ പറഞ്ഞുകൊണ്ട് കയറി നിൽക്കുന്ന ഗ്ലാസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡീഫോഗർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിയർ വൈപ്പർ കാര്യങ്ങളൊന്നുമില്ല, ഡീഫോഗർ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ റിയർ ടയറിൻ്റെ ബാക്കിൽ നിന്ന് നമുക്ക് ആ ഒരു W124 കണ്ട രീതിയിൽ തന്നെയുള്ള ഒരു ബാക്കിലായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഹുഡൊക്കെ അത്യാവശ്യം ലോങ് ഹുഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സൈഡ് വശങ്ങളിൽ കാണിക്കാനുള്ളത്. നമുക്ക് ഇനി റിയർ സൈഡിലേക്ക് ബാക്ക് പോർഷനിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റിയറിൽ നോക്കുകയാണെങ്കിൽ ഒരു എടുത്ത് കാണിക്കാൻ നമുക്ക് ഈ ടൈൽ ലാമ്പാണ്. ടൈൽ ലാമ്പ് ആ ഒരു സൈഡ് മുതൽ ഈ ഒരു സൈഡ് വരെ നമുക്ക് ടൈൽ ലാമ്പ് ഫുള്ളി കവേർഡായിരിക്കുന്ന രീതിയിലാണ് ടൈൽ ലാമ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ടൈൽ ലാമ്പിൽ നമുക്ക് ഇതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണെന്നൊന്നും മനസ്സിലാവണില്ല. എന്തായാലും ഇതിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ബ്രേക്ക് ലാമ്പ് ഉണ്ട്, പിന്നെ റിവേഴ്സ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഇതിലെങ്ങനെ അങ്ങനെ ഹോർഡർ കാര്യങ്ങളൊന്നും ഇല്ല, അത് കംപ്ലീറ്റ് ഒരു ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ബ്രേക്ക് ഷൂട്ടിയാൽ അതിൽ ഇൻഡിക്കേറ്റർ ഇട്ടാൽ നമുക്ക് ഇത് എവിടേക്കെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ സെൻട്രലായിട്ട് നമുക്കൊരു റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. ആ റിഫ്ലക്ടറിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ക്രസ്റ്റ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ആ ഒരു ഫ്രണ്ട് കണ്ട ലോഗോൻ്റെ ഒരു എന്താ പറയുക ഗ്ലാസ് ഏരിയയിൽ വന്നിട്ടുള്ള ഒരു ലോഗോ കാണാൻ പറ്റും. ഫ്രണ്ടിൽ നമ്മൾ ലോഗോ ആണെങ്കിൽ ഇതിനുള്ളിൽ ഈ ഒരു ഗ്ലാസ് വന്നിരുന്നത്, ഗ്ലാസിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആ ലോഗോ എന്ന് വെച്ചാൽ ആ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, പഴയ വാഹനമല്ല, അപ്പോൾ അത് ഡാമേജ് ആയിട്ടുണ്ട്. ആ ഒരു ക്രോമിയം ഫിനിഷിങ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. പിന്നെ ഈ ലൈറ്റിന് ചുറ്റും ഈ ലൈറ്റിൻ്റെ ഔട്ടർ ലൈനൊക്കെ ആയിട്ട് നമുക്ക് ക്രോമിയം ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ സൂപ്പർ കസ്റ്റം എന്നുള്ള ചെറിയ ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു എടുത്ത് കാണിക്കാനുള്ളത് നമ്മൾ ഈ ഒരു പമ്പർ എന്താണ് ഈ ഒരു പമ്പർ നമ്മൾ ഫ്രണ്ട് കണ്ട സെയിം പമ്പർ തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് കണ്ട അതേ സെയിം എലമെൻറ്റ് കാര്യങ്ങൾ തന്നെയാണ്, ആ ഡിസൈനിങ് കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രണ്ട് കണ്ട അതേ എന്താണ് ആ ഒരു നമ്പർ പ്ലേറ്റും കാണാൻ പറ്റും ബാക്കിലും അതേ വന്നിട്ടുള്ളത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലോങ് തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ പറയുക കാർപ്ലൈനോ അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് എലമൊന്നുമില്ല, ഒരു ഫ്ലാറ്റായ രീതിയിൽ എടുക്കേണ്ട രീതിയിലാണ് നമ്മളെ ബാക്ക് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ W124 ഒരു ഡിസൈനിങ് ഒക്കെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ചിലർക്ക് W124 അല്ലേ എന്നൊരു തോന്നൽ വരും. പക്ഷെ അതേ ഒരു സിമിലാരിറ്റി ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റിയറിൽ കാണിക്കാനുള്ളത് നമുക്ക്. അപ്പോൾ ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണാം നമുക്ക്. അപ്പോൾ പിന്നെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. ബൂട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് കാണാം. ഇത് സെഡാൻ നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റെപ്പിന് ടയർ കാണിക്കും. സ്റ്റെപ്പിന് ടയർ ഈ ഒരു സൈഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പ്ലേസിങ് കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് ബൂട്ടിൻ്റെ കാര്യങ്ങൾ കാണിക്കാനുള്ളത്. ഇന്ത്യയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇന്ത്യയിൽ കാണാൻ പറ്റും എന്താണ് സ്റ്റോക്ക് ആൻഡ് കണ്ടീഷനിലാണ് ഇപ്പോഴും കിടക്കേണ്ടത്. അപ്പോൾ അന്നത്തെ കാലത്തെ 1991 മോഡലത്തെ ലക്ഷറി സെഡാനാണ് ഈ കാണുന്നത്. സീറ്റ് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഡോർ പാഡ് നോക്കാം. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് പ്രീമിയം സെഡാനാണല്ലോ അത്. അപ്പോൾ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കുഷനിങ് ഉള്ളൊരു ഏരിയയാണ് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ലെതർ അല്ലെങ്കിൽ ഒരു എന്താണ് സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ് ഈ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് കാണാൻ പറ്റും, ഡോർ ഹാൻഡ് ലോക്ക് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് നൽകുന്നത്. ഇതിപ്പോൾ തന്നെ പ്രസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ മോറിസ് മൈനറാണ് ആ വരേണ്ടത് ആ സൗണ്ട് ആയിട്ടിട്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിലും ഒരു ഫയൽ പോക്കറ്റ് കാണാൻ പറ്റും. ഈ ഒരു ഫയൽ പോക്കറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു എന്താ പറയുക നമ്മൾ ചവിട്ടിയിലൊക്കെ ഇടുന്ന മാറ്റ് ഇല്ല, അങ്ങനത്തെ ആ മാറ്റിൻ്റെ ഒരു എന്താണ് ഒരു ഫീലാണ് കേൾക്കേണ്ടത്. ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെ ഈ വണ്ടിയിൽ കയറുമ്പോൾ നമുക്ക് കാല് തട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയൊരു ഫയൽ പോക്കറ്റാണ് വന്നിട്ടുള്ളത്. ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ഈ വാഹനത്തിൽ അന്നത്തെ കാലത്തുള്ള 4 ഡോറും പവർ വിൻഡാണ് വന്നിട്ടുള്ളത്, 4 സൈഡും പവർ വിൻഡാണ് വന്നിട്ടുള്ളത്. പിന്നെ മിറേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിറേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ കാണിക്കാനുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീല് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. സീറ്റാണെങ്കിലും ഇത്തിരി അഡ്ജസ്റ്റ്മെൻറ്റും കാരണം വന്നിട്ടുണ്ട്. പിന്നെ തൈ സപ്പോർട്ടും മറ്റേ സൈഡ് സപ്പോർട്ടിങ് എല്ലാം ഉള്ള ലംബർ സപ്പോർട്ടും എല്ലാം ഉള്ള സീറ്റാണ് അന്നത്തെ കാലത്ത് വന്നിട്ടുള്ളത്. കുഷനിങ് ഉണ്ട്, അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നോക്കണം 91 മോഡലാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ആ ഒരു ഡേറ്റും കൂടി ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ മുന്നേ സീറ്റിനെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു തന്നെ നമുക്ക് ഇരുന്നാലും അങ്ങോട്ടും ലോക്ക് ആവേണ്ട രീതിയിലുള്ള ആ ഒരു സീറ്റ് വന്നിട്ടുള്ളത്. സീറ്റിലൊക്കെ നമുക്ക് ആ ഒരു ടൊയോട്ടയുടെ പ്രീമിയം ആ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ആ ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല കുഷനിങ് കണ്ടിട്ട് സീറ്റ്. അപ്പോൾ നമുക്ക് ഇനി ഇന്ത്യയിലേക്ക് കടന്നിരിക്കുമ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ ഡിക്കി ഓപ്പൺ ചെയ്യേണ്ടതും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യേണ്ട രീതിയിലുള്ള 2 ബട്ടൺസ് കാണാൻ പറ്റും. പക്ഷേ അത് നല്ല രസമുണ്ട് കേട്ടോ, അത് പ്ലേസ് ചെയ്ത രീതി കാണാനും. പിന്നെ നമുക്ക് ഇവിടെ മാനുവലി കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള സീറ്റിൻ്റെ നമുക്ക് ഇത് കണ്ട ഹൈറ്റ് കൂട്ടാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇന്ത്യയിലേക്ക് കടന്നിരിക്കുകയാണെങ്കിൽ പിന്നെ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം വണ്ടി നല്ല ലോവേഡാണ്. നമ്മൾ ലോഡാക്കിയല്ല, വണ്ടി ലോവേഡാണ് ഓൾറെഡി. നല്ല പരന്ന് കിടക്കേണ്ട സാധാരണമാണ്. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നിലത്ത് കൂടി പോകേണ്ട ഒരു ഫീലാണ് നൽകേണ്ടത്. സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ക്രസ്റ്റ എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. പക്ഷേ ടൊയോട്ടൻ്റെ ബാഡ്ജിങ് വന്നിട്ടില്ല, ക്രസ്റ്റ എന്നുള്ള ബാഡ്ജിങ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രൈവറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡ്രൈവറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാഷ്ബോർഡാണ്. ഇപ്പോൾ നമ്മൾ ലോറിയിലൊക്കെ കണ്ടുവന്നിട്ടില്ല നമുക്ക് ഡാഷ്ബോർഡ് ഇങ്ങനെ ഡ്രൈവറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു പോർഷനിലാണ് നമുക്ക് ഈ സൈഡ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കോ ഡ്രൈവറിൻ്റെ ആ ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആസിവൻസ് കാണാൻ പറ്റും. ആസിവൻസിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ആസിവൻസിൻ്റെ ഇത് ഓഫ് ആക്കാൻ ഓൺ ആക്കാനുള്ള ഒരു പോർഷൻ കാണാൻ പറ്റും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മിററിൻ്റെ കൺട്രോൾ, ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യേണ്ട രീതിയിലുള്ള മിററിൻ്റെ കൺട്രോൾ കാണാൻ പറ്റും, സൈഡ് മിററിൻ്റെ കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് സ്വിച്ചിങ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് കീ ഇടേണ്ട പോർഷൻ വന്നിട്ടുള്ളത് ഈ ഒരു സൈഡിലാണ് കീ ഇടേണ്ട പോർഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ സാധാ കാറിൽ കണ്ട രീതിയിലുള്ള ഹാൻഡിൽസാണ് വന്നിട്ടുള്ളത്. ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ടെമ്പറേച്ചർ ഗേജ് കാണാൻ പറ്റും. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് ഒരു RPM മീറ്റർ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് സ്പീഡോമീറ്റർ കാണാൻ പറ്റും. 180 ആണ് മാക്സിമം സ്പീഡ് കാണിക്കേണ്ടത്. ഈ സൈഡിലായിട്ട് നമുക്ക് ഫ്യൂൽ ഗേജ് ആണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്, ആ അറേഞ്ച്മെൻറ്റ് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്ലോക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 ആസിവൻസ് ആണ് ഈ ഒരു സെൻട്രലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നല്ല രസമുണ്ട്, ഇങ്ങനെ ഒരു ഫ്ലോട്ടിങ് രീതിയിലാണ് നമ്മൾ സെൻറ്റർ കൺസോൾ വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് ഒറ്റ ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നല്ല സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെൻറ്റർ കൺസോളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറേ ബട്ടൺസ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പുഷ് പവർ ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കൺട്രോളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ക്ലോക്കിൻ്റെയും ഇതിൻ്റെ FM കാര്യങ്ങൾ അത് ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഇതാണ് വന്നിട്ടുള്ളത്. പിന്നെ മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പഴയ മറ്റേ കാസറ്റ് CD ഉണ്ടല്ലോ, കാസറ്റ് ഉണ്ടല്ലോ, അതിട്ട് പ്ലേ ചെയ്യേണ്ട രീതിയിലുള്ള ആ ഒരു മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. പിന്നെ AC കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓട്ടോ AC ആണ് വന്നിട്ടുള്ളത്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ സൈഡിൽ നമുക്ക് ആ ഡീഫോഗിൻ്റെ സ്വിച്ച്, ബാക്കത്തെ ഡീഫോഗിൻ്റെ സ്വിച്ച് കാണാൻ പറ്റും. അപ്പോൾ അതും വന്നിട്ടുണ്ട്. ഡോൾബീൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ഡോൾബി ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത്. ഡോൾബി സിസ്റ്റം എന്ന് കാണാൻ പറ്റും. ഇവിടെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ പുഷ് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത് പുഷ് ചെയ്താൽ. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണുന്നുണ്ട്. ചില ഉള്ളിലേക്ക് ഡീപ്പായ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുള്ളത്. ഈ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഈ അതിൻ്റെ മുന്നേ സെൻട്രൽ കൺസോൾ നല്ല ഇഷ്ടപ്പെട്ട്. സെൻട്രൽ കൺസോളിൽ ഫുള്ളി കവേർഡ് ആയ രീതിയിലുള്ള ഒരു സെൻട്രൽ കൺസോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വണ്ടി നല്ല ഇന്ത്യയിലൊക്കെ നോക്കാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഗിയർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് റിവേഴ്സ് ആണ് ഗിയർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. ഇവിടെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഹാൻഡ് റെസ്റ്റിന് താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഹാൻഡ് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹാൻഡ് ബ്രേക്കും കാണാൻ പറ്റും. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഈ ഒരു പോർഷൻ മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു സൈഡിലേക്കുള്ള ഒരു ഡാഷ്ബോർഡ് വന്നിട്ടുള്ളത്. ഒരു സെപ്പറേറ്റ് ചെയ്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഗ്ലോ ബോക്സ് കാണാൻ പറ്റും. ഗ്ലോ ബോക്സ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലോ ബോക്സ്. പിന്നെ സൈഡിൽ നമുക്ക് ആസിവൻസ് കാണാൻ പറ്റും. പിന്നെ അടിയിലൊരു സ്പീക്കറും കാണാൻ പറ്റും. അപ്പോൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പീക്കറും കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് എൻജിൻ റൂം ഓപ്പൺ ചെയ്യേണ്ട ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പോർഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു എയർ വെൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനമാണ് നമുക്ക് സ്റ്റിയറിംഗ് കണ്ടോ, സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺട്രോൾ ഇവിടെ വന്നിട്ടുള്ളത്. ടിൽറ്റ് ആൻഡ് അഡ്ജസ്റ്റബിൾ ആണ് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇന്ത്യയിലെ കാണിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് നമുക്ക് ഇവിടെ ഒരു സൺവൈസർ കാണാൻ പറ്റും. പക്ഷേ സോഫ്റ്റ് കുഷനിങ് ഉള്ള ഒരു സൺവൈസറാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് വന്നിട്ടുണ്ട്, 2 ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വർക്കിംഗ് അല്ല. ഇപ്പോൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിറേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക്
ലെഫ്റ്റ് സൈഡ് സൺവൈസർ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരു മിറർ വന്നിട്ടുണ്ട്, മിറർ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഫ്രണ്ട് സൈഡ് കാണിക്കാനുള്ളത്. അപ്പോൾ ഇനി റിയറിൽ കയറി നിന്നിട്ട് റിയറത്തെ സീറ്റ് നല്ല അത്യാവശ്യം നല്ല കംഫർട്ടായ സീറ്റാണ്. കാരണം വെച്ചാൽ ഇത് ലക്ഷറി സെഡാനാണല്ലോ. സെഡാന നമുക്ക് റിയർ സീറ്റാണ് ഒന്നൊരു കംഫർട്ടായിട്ട് വരിക. അപ്പോൾ നമുക്ക് അതൊന്നും ഇരുന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ റിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ റിയറത്തെ ഡോർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ റിയറത്തെ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണാൻ പറ്റും ചില കുഷനിങ് കാര്യങ്ങളുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ലക്ഷറി സീറ്റ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ആംബ്രസ്റ്റ് കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ആ ഒരു സീറ്റിൻ്റെ ക്വാളിറ്റി ബാക്കിൽ നിന്ന് കണ്ടാലും മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ കയറിൻ്റെ മുന്നേ തന്നെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ട് കാണിച്ചത് അതേ കുഷനിങ്ങും കാര്യങ്ങളും പിന്നെ അടിയിലെ മാറ്റും കാര്യങ്ങളുള്ള ഒരു ഡോർ പാഡാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു സോഫ്റ്റ് ക്ലോത്താണ് നമുക്ക് ഇവരെ ഹാൻഡിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വിൻഡോയുടെ കൺട്രോൾ കാണാൻ പറ്റും, പക്ഷേ അതിപ്പോൾ ഊരി വെച്ചിട്ടുണ്ട്, കംപ്ലൈൻ്റ് ആയിട്ട് ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ആസ്ട്രേ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു പണ്ടത്തെ വാഹനങ്ങളൊക്കെ നല്ല ഈ ഒരു സിഗരറ്റ് വലിക്ക് അതൊക്കെ തോന്നുന്നു അന്നത്തെ കാലത്ത് എല്ലാവരും സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവും. അതാണ് ഈ കാലത്ത് ഇങ്ങനെ വരാൻ കാരണം. എല്ലായിടത്തും ആസ്ട്രേ കാര്യങ്ങളൊക്കെ. ഇന്ത്യയിലേക്ക് കിടക്കുകയാണെങ്കിൽ സീറ്റൊക്കെ നല്ല കുഷനിങ്ങുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കയറിയിരിക്കാം. കയറിയിരുന്ന് വരികയാണെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് സീറ്റ് തന്നെ കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല വലിയ സീറ്റുകളാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടത്തൊക്കെ നോക്കണമെങ്കിൽ അപ്പോൾ അതിൽ ഫയൽ പോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ടണിൽ കുറച്ച് ഓവറാണ്, നല്ല ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 ഈ വണ്ടിയിൽ ഞാൻ ഇരുന്ന് പോകാൻ പറ്റുള്ളൂ, സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പിന്നെ റൂഫിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ലൈറ്റ് ഉണ്ടെങ്കിലും സെൻറ്ററിൽ ഒരു ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഹാൻഡിൽസൊക്കെ ഇതൊക്കെ നമ്മൾ സാധാ അങ്ങനത്തെ കണ്ടു വന്നിട്ടുള്ള രീതിയിലുള്ള ഹാൻഡിൽസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ആംബ്രസ്റ്റ് കാണാൻ പറ്റും. ഈ സീറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഈ സീറ്റ് നല്ല കുഷനിങ്ങുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ട് ഈ വാഹനം നൽകുന്നുണ്ട്. പിന്നെ ഈ വണ്ടി നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നല്ല കംഫർട്ടാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടേണ്ടത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ സീറ്റ് പറ്റിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. സീറ്റ് പറ്റി ഈ ഒരു സാധനം പ്രസ് ചെയ്താൽ നമുക്ക് താഴോട്ടും മേലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സീറ്റ് ബെൽറ്റിന് ക്രമീകരണം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ എൻജിൻ ബോണ്ട് ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് കാണാൻ പറ്റും. ഹൈഡ്രോളിക് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ സാധാരണ നമുക്ക് രീതിയിൽ നമുക്ക് ബോണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ കാണുമ്പോൾ തന്നെ എൻജിന് ഫുള്ള് സെറ്റായി ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്പേസ് കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് നല്ല ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടർബോൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഡീസൽ ടർബോ 2.0 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എൻജിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ടൊയോട്ടയുടെ ഫേമസ് ആയിട്ടുള്ള 2LT എൻജിനാണ് വരുന്നത്. അപ്പോൾ 2446 cc ഇൻലൈൻ 4 സിലിണ്ടർ ടർബോ ഡീസൽ എൻജിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ 1991 മോഡല് ടൊയോട്ട ക്രസ്റ്റൻ്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് ആൾക്കാരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത കിടിലും വേണ്ടിയിട്ടും കിടിലും വീഡിയോ ഇട്ട് വരാം. അതുവരെ